നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഈ റിസൾട്ടിൻ്റെ ഒക്കെ പേരിൽ പിന്നെ അവർ ആത്മഹത്യ പ്രവണത അങ്ങനെ കൂടുന്നു. അത് അവർ ചെറിയൊരു വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ജീവിതം പോലും ഉപേക്ഷിക്കുന്ന രീതിയിലേക്കുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന ഒരവസ്ഥയുണ്ട്. അത്തരം കാര്യങ്ങളിൽ എന്താണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക? അതുപോലെ തന്നെ കൗൺസിലിംഗ് സ്കൂളുകളിലെ കൗൺസിലിംഗ് ഒക്കെ മെച്ചപ്പെടുത്തി കുട്ടികൾ ആ രീതിയിൽ അവരുടെ കൂടെ ആണ് നമ്മളെന്ന രീതിയിൽ കൊണ്ടുവരാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്താണ് MLA ക്ക് പറയാനുള്ളത്? ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നുണ്ട് എന്ന അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കാനാണ്. നല്ല ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യം. പരീക്ഷയുടെ കാര്യത്തിൽ മാത്രമാണോ അതുമാത്രമാണോ കാരണം എന്നതുകൂടി സംശയിക്കുന്നതാണ് ചില മരണങ്ങളെ കുറിച്ചിട്ട് അന്വേഷിക്കുമ്പോഴുള്ള വിവരം. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഈ കുട്ടികളെ നല്ല നിലയ്ക്ക് അവരുടെ മനസ്സിൻ്റെ വേവലാതികൾ കണ്ടറിഞ്ഞ് അവരെ ജീവിതത്തിൻ്റെ മധുരത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ആ കാര്യത്തിൽ നമ്മൾ ഈ പരീക്ഷാ സന്ദർഭത്തിൻ്റെ ഏറ്റവും മികച്ച നിലയിൽ തന്നെയുള്ള ചില പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു. എക്സ്പേർട്സ് ആയിട്ടുള്ള ഓരോ വിഷയത്തിലെയും അധ്യാപകരുടെ അവരെ ചുമതലപ്പെടുത്തി ഈ കുട്ടികൾക്ക് ഏത് സമയവും അവരുടെ സംശയങ്ങൾ ഈ അധ്യാപകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഫോൺ മുഖാന്തരം അതുപോലുള്ള നിലയിൽ അധ്യാപകരെ സമീപിക്കാനും അവർക്കുള്ള ആശങ്കകൾ, അവർക്കുള്ള വേവലാതികൾ, പരീക്ഷയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അധ്യാപകരോട് തുറന്നു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അത് തുറന്ന് പറയാനൊക്കെയുള്ള നിലയിൽ ഞങ്ങളൊരു ഹെൽപ്പ് ഡെസ്ക് ഈ പരീക്ഷയ്ക്ക് മുൻപ് നമ്മൾ രൂപീകരിച്ച് പ്രവർത്തിച്ചിരുന്നു. വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് 100 കണക്കിന് കുട്ടികളാണ് ഈ ഹെൽപ്പ് ഡെസ്കിലെ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള അധ്യാപകരെ സമീപിച്ചത്. ആ കുട്ടികൾ പിന്നീട് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അവർക്ക് വലിയ നിലയിൽ ആത്മവിശ്വാസം നേടുന്നതിന് ഹെൽപ്പ് ഡെസ്കുകൾ വിശേഷിച്ചും ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുടെ അവരുടെ മാനസികവും ഈ പറയുന്ന അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങളിലെ പിന്തുണയും കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന ഒരനുഭവമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്കൂളുകളിൽ വളരെ നല്ല നിലയിൽ ഇത്തരമൊരു അന്തരീക്ഷം ഈ പറയുന്ന ജീവിതത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക എന്നുള്ള നിലയിൽ ഏതെങ്കിലും നിലക്ക് ആശങ്കകളോ സംശയങ്ങളോ ഉള്ള നിലയുണ്ടെങ്കിൽ ആ കുട്ടികളെ കാണാനും അവരെ വേർതിരിച്ച് കണ്ടുകൊണ്ടല്ല, അവരിങ്ങനത്തെ ഒരു പ്രവണത ഉണ്ടെന്ന് തോന്നിപ്പിച്ചുകൊണ്ടല്ല, അവരെ മാനസിക ആരോഗ്യമുള്ളവരാക്കി മാറ്റുന്നതിനുള്ള ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ നല്ല നിലക്കത് നടത്തണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം മദ്യമയക്കുമരുന്ന് പോലുള്ളതിൻ്റെ വ്യാപനം അത് ഒരു ഘട്ടത്തിൽ വലിയ നിലയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നല്ല ഇടപെടൽ നടന്ന് പോലീസ്, എക്സൈസ്, വിദ്യാർത്ഥി സംഘടനകൾ, PTA, സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഈ സ്റ്റെപ്സിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള അതിവിപുലമായിട്ടുള്ള ക്യാമ്പയിൻ ഇതെല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വലിയ മാറ്റം ആ കാര്യത്തിലുണ്ടായിട്ടുണ്ട്. അപ്പം അത് ജനകീയ ബോധവൽക്കരണത്തിനുള്ള പരിശ്രമങ്ങൾ വിജയിക്കും എന്ന് അനുഭവത്തിലൂടെ വ്യക്തമായിട്ടുള്ളതാണ്. ഇതുപോലുള്ള തെറ്റായിട്ടുള്ള മനോഭാവത്തിൽ നിന്ന് കുട്ടികളെ എല്ലാവരെയും തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമം എന്ന് പറയുന്നത്. ആ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ളതുപോലെ ആത്മവിശ്വാസം കുട്ടികളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഇത് മുൻഗണന കൊടുക്കേണ്ട വിഷയം എന്നുള്ള നിലയിൽ തന്നെയാണ് കാണുന്നത്. ഈ ഉന്നത വിദ്യാഭ്യാസം ത്തിനുള്ള അർഹത ഈ കുട്ടികൾ SSLC, +2 കുട്ടികളൊക്കെ നേടിക്കഴിയുമ്പോൾ അവരുടെ മുമ്പിൽ പല രീതിയിലുള്ള സംശയങ്ങളും കാര്യങ്ങളും വരുന്നത്. ഇനി എന്ത്, ഞാനിനി എങ്ങോട്ടാണ് പോകേണ്ടത്, എനിക്കെന്താ ചെയ്യാൻ പറ്റുക? അഭിരുചികൾ കുട്ടികളിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അഭിരുചികൾക്കനുസരിച്ച് കുട്ടികൾക്ക് ശരിയായ മാർഗദർശനം നൽകുക എന്നുള്ളതാണ് സമൂഹത്തിൽ ചെയ്യാനുള്ളത്. ആ നിലയിൽ നമ്മളെല്ലാം മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ
സ്റ്റുഡൻസ് പോലീസിൻ്റെ കൂടി സഹായത്തോടു കൂടി ഒരു ഹെൽപ്പ് ഡെസ്ക് മുനിസിപ്പൽ സുബ്രഹ്മണ്യ ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ആയിരക്കണക്കിന് കുട്ടികൾ ആ ഹെൽപ്പ് ഡെസ്കുമായിട്ട് വന്നു. അവരുടെ കിട്ടിയിട്ടുള്ള പരീക്ഷയിലെ മാർക്ക്, അവർക്കുള്ള താല്പര്യം. ഒരു കുട്ടി ഇവിടെ തന്നെ വന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ 100% മാർക്കുണ്ട്, സയൻസിലോ മറ്റു കാര്യങ്ങളിലോ ആ കുട്ടിക്ക് താല്പര്യം. ആ കുട്ടിയാണെങ്കിൽ അതിഗാംഭീര്യമുള്ള കവിതകൾ ഇംഗ്ലീഷിൽ എഴുതുന്ന ഒരു കുട്ടിയാണ്. ചില അധ്യാപകർ എന്നോട് പറഞ്ഞു, ആ കുട്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ ഞങ്ങൾക്ക് പോലും അർത്ഥം ശരിക്കും മനസ്സിലാക്കാൻ പറ്റാത്തത്, നമ്മൾ ഡിക്ഷണറി പോയിട്ട് എഴുതണം. ആ കുട്ടി അത്രയും സാഹിത്യ സമ്പന്നമായ രീതിയിൽ വരുന്നു. അവിടെ ചോദ്യമുണ്ട്, വീട്ടുകാർക്ക് നിർബന്ധം സയൻസ് പഠിക്കാൻ, ആ നിലക്കുള്ള എന്തെങ്കിലേക്ക് പോകുന്നുണ്ട്. എനിക്കതല്ല താല്പര്യം, എനിക്ക് ഭാഷ പഠിക്കണമെന്നില്ല, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. നമുക്ക് ചെയ്യാനുള്ള രക്ഷിതാക്കളെ കൂടി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ താല്പര്യത്തെ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ നാളത്തെ ഏറ്റവും വലിയ പ്രതിഭാശാലിയായിട്ടുള്ളൊരു കുട്ടി നമ്മുടെ മുന്നിൽ വന്നു ചേരുമെന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. അവർക്ക് ആ വഴികാട്ടി കൊടുക്കുക, രക്ഷിതാക്കളെയും അതിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ. വളരെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള സമൂഹത്തിൽ നമ്മുടെ കുട്ടി വലിയ എന്തെങ്കിലും ആവണം, ആ വലിയ എന്തെങ്കിലും ഇതിൻ്റെ എന്ന് പറയുന്നത് ഇപ്പോൾ ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളാവണം എന്നൊക്കെയല്ലേ. അതിൽ നിന്ന് വ്യത്യസ്തമായി ഉള്ള മനോഭാവങ്ങളും നിലപാടുകളും കുട്ടികളിൽ തന്നെ അങ്കുരിക്കുന്നുണ്ട്. അത് രക്ഷിതാക്കളുടെ കൂടി ഒരു നിലപാട്. ചില രക്ഷിതാക്കൾ വളരെ മാതൃകാപരമാണ്. അവർ പറയുന്നുണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ പഠനത്തിൻ്റെ ഇതെല്ലാം വെച്ചുകൊണ്ട് അവർ ഏത് വിലയിരുത്തലിലേക്കാണ് എത്തുന്നത്, അതിനനുസരിച്ച് അവർ പഠിക്കട്ടെ. അതാണ് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ട് ഇന്നത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നത്. അതാണ് അഭികാമ്യമായിട്ടുള്ളത്. അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.